മാർവലിന്റെ അടുത്തതായി പുറത്തിറങ്ങാനിരിക്കുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ആക്ടേഴ്സ് തമ്മിൽ മുട്ടനടി നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു ഫൈറ്റ് എന്തായിരുന്നു എന്നും ആരൊക്കെ തമ്മിലായിരുന്നു എന്നും എങ്ങനെയാണ് ഈ ഒരു ഫൈറ്റ് മൂവിയെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. സത്യത്തിൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായി സ്റ്റണ്ടബിൾസിനെ വെച്ച് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ഡൂം സീക്വൻസുകളെ RDJ തന്നെ കണ്ടതിന് ശേഷം ഒരു പെർഫെക്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ എടുത്തു വെച്ചിരിക്കുന്ന എൻ്റെ സീക്വൻസും വീണ്ടും സ്വയം അഭിനയിച്ചുകൊണ്ട് റീഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി RDJ എന്ന ആക്ടറിന്റെ ഒരു ഡെഡിക്കേഷൻ ലെവൽ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തന്റെ ക്യാരക്ടറിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്യേണ്ട സീക്വൻസുകൾ പോലും സ്വയം ചെയ്യുവാനായി തയ്യാറാകുന്നു. പക്ഷെ ഇതിന് വളരെ വലിയൊരു നെഗറ്റീവ് കൂടിയുണ്ട്. അതായത് റൂസോ ബ്രദേഴ്സിനെയും കെവിൻ ഫൈജിയെയും പോലെ തന്നെ ഈ ഒരു എൻ്റെ പ്രൊജക്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത് തന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടറായി RDJ മാറിയിട്ടുമുണ്ട്. അതായത് RDJ ഇല്ലാതെ ഈ ഒരു മൂവി ഇല്ല എന്ന് പുള്ളിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഡൂംസ്ഡേയുടെ സെറ്റിൽ പല മാറ്റങ്ങളും RDJ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസൈഡർ തന്നെയാണ്. ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് മൂവിയിൽ അഭിനയിക്കുന്ന രണ്ട് മേജർ പ്രൊഫൈൽ ആക്ടേഴ്സ് തമ്മിൽ കയ്യാങ്കളിയിലേക്ക് വരെ എത്തുന്ന രീതിയിൽ വഴക്ക് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് ചെറിയൊരു കോമഡിയിൽ തുടങ്ങി അതൊരു ഫൈറ്റിലേക്ക് വരെ നീണ്ട് പിന്നീട് ഒടുവിൽ ഓപ്പോസിറ്റ് ഉള്ള ആക്ടറുമായി ഒരിക്കലും ഇനി ഒന്നിച്ച് അഭിനയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിരിഞ്ഞത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇഷ്യൂ സോൾവ് ചെയ്യുവാനായി പലരും ശ്രമിച്ചുവെങ്കിലും അതൊന്നും തന്നെ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ കോംബോ ചെയ്ത് അഭിനയിക്കേണ്ട പല സീക്വൻസുകളും റീറൈറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിൽ ചെയ്യുവാനായിട്ടാണ് ഇപ്പോൾ മാർവൽ പ്ലാൻ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഡൂംസ്ഡേയുടെ ഒരു പരിധി വരെയുള്ള കൺട്രോൾ RDJയുടെ പക്കലാണ് എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് ചെയ്തതിൽ ഒരാൾ RDJ ആണെന്ന് തന്നെയാണ് ഒരു പരിധി വരെ ഒട്ടുമിക്ക ഇൻസൈഡേഴ്സും പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഓപ്പോസിറ്റ് ഉള്ള ആക്ടറിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി നിറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന പെട്രോ പാസ്കൽ, സ്റ്റാർ-ലോർഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്രിസ് പ്രാറ്റ്, സാക്ഷാൽ തോർ റോഡിൻസൺ അഥവാ ക്രിസ് ഹെംസ്വർത്ത് തുടങ്ങിയിട്ടുള്ള പല പേരുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുവെങ്കിൽ തന്നെയും കൂടുതലായിട്ടും ഒരുപാട് മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റാരുമല്ല സാക്ഷാൽ റയാൻ റെയ്നോൾഡ്സ് അഥവാ ഡെഡ്പൂളിനെ തന്നെയാണ്. ഓൾറെഡി ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെയാണ് റയാൻ റെയ്നോൾഡ്സ് മൂവിയിലേക്ക് കാസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള ഒഫീഷ്യൽ അപ്ഡേഷൻ പുള്ളിക്കാരൻ തന്നെ പുറത്തുവിട്ടിരുന്നത്. പ്രധാനമായിട്ടും ഒരുപാട് മീഡിയാസ് റിപ്പോർട്ട് ചെയ്തു എന്നതിലുപരി തന്നെ ഒരു ചെറിയ ജോക്കിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫൈറ്റ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് കൂടുതലായിട്ടുള്ള ഒരു സംശയം തോന്നിയിട്ടുള്ളത്. എന്നാൽ റീസെന്റ് ആയി വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു റൂമർ എന്നത് ഈ ഒരു ഫൈറ്റിൽ എവിടെയും RDJ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് അല്ല എന്നും MCUവിൽ സ്റ്റാർ-ലോർഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്രിസ് പ്രാറ്റ് മറ്റേതോ ആക്ടറുമായിട്ടൊരു കശപിശ ഉണ്ടായതാണെന്നും അത് സോൾവ് ചെയ്തിട്ടുണ്ടെന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പല ഇൻസൈഡ് സോഴ്സിൽ നിന്നും ഒരുപാട് ഹോളിവുഡ് റിപ്പോർട്ടേഴ്സും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോമിക് മോജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. കമന്റ് ബോക്സിന് തൊട്ടടുത്തുള്ള ഹൈ ബട്ടൺ കൂടി ഞെക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റൊരുപാട് പേരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.